എലിക്കുട്ടമ്മ ഇവിടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞങ്ങോട്ട് കിടന്നൊരു ഒറ്റ ഉറക്കാൻ കുറഞ്ഞു. അടിപൊളിയായിട്ട് ഒറ്റ ഉറക്കം. എലിക്കുട്ടമ്മേ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കിടന്ന ഒരു ഒറ്റ ഉറക്കാൻ കുറഞ്ഞെന്ന് പറയുക ചെയ്ത്. ഒറ്റ ഉറക്കം. ആ എലിക്കുട്ടിയമ്മ. അമ്മ അമ്മ ആ ആര് പറഞ്ഞു? കിടന്നായിരുന്നു. കിടന്നപ്പോ പ്രാർത്ഥന എല്ലാം കൊണ്ട് കൊടുത്തോ? പ്രാർത്ഥന എല്ലാം കൊടുത്തോ? എന്നതാ മൈക്കാണോ? മൈക്കാണോ കൊടുത്തേ? മൈക്ക് മൈക്ക് മൈക്കോ? ആ മൈക്ക് മൈക്കോണ്ട് വലിയ ചെടിച്ചൊന്നും നടക്കുകയില്ല. അതിനാ അത് ഇച്ചിരി നേരം കഴിയുമ്പോൾ എല്ലാം പോകും. പോവോ? കേടായി പോവല്ലേ? ഇവിടെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥന ചെയ്ത എല്ലാം പോവുകയായിരുന്നു. ആണോ? ഒന്നും കിട്ടി. മൈക്ക് ചീറ്റിപ്പോയേക്കും അല്ലേ? എല്ലാം കല്ല പോലായി. പിണറായിക്ക് വെച്ച മൈക്ക് പോലെ ആയിപ്പോ അല്ലേ? അത് പ്രാർത്ഥന എന്നെ കഴിഞ്ഞാൽ പിന്നെ കൊണ്ട് അത് ചെല്ലാനും വെക്കാനും ഒന്നും സമയം കിട്ടിയല്ല. അതുപോലെ എലിക്കുട്ടിയമ്മ ഈ പിന്നെ ചായ കുടി കഴിഞ്ഞൊരു കിടന്നിട്ട് ഒറ്റ ഉറക്കം കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പായിട്ട് ഇവർ പ്രാർത്ഥന ഇല്ല കൂടിയൊന്നും കൂടിയില്ല. അത് കഴിഞ്ഞ് 9:30 ആയപ്പോഴത്തേന് എലിക്കുട്ടിയമ്മ ആയിട്ടിരുന്ന് പ്രാർത്ഥന തുടങ്ങിയതാണ്. നേരത്തെയാണ് ഒന്നും നോക്കണ്ട. ആ അതിന് അതിമാത്രം സമയം എടുക്കണ്ട. അവരുടെ സമയം പോലെ അതിന്റെ സൗകര്യത്തിൽ ചെയ്തൊക്കെ വിട്ടാൽ മതി. അപ്പോൾ ഒരുപാട് അലമ്പും വേണ്ട, ഒത്തിരി സമയം വേണ്ട. കുറച്ച് എഴുതിയാൽ മതി, ഒരുപാട് എല്ലവും വേണ്ട. അപ്പൊ എലിക്കുട്ടിയമ്മ ഇവിടെ ഇരുന്ന് ചുവകാരി ആയിരിക്കണം എന്ന് പറഞ്ഞു. എലിക്കുട്ടിയമ്മ ഫലം കിട്ടത്തക്ക ഈശോയോട് പ്രാർത്ഥിക്കണം. ഏതാണ്ട് രഹസ്യമൊക്കെ ആരാ ജില്ലയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്താ ജില്ലുന്നത്, ആരാ ജില്ലുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഞാനും കയറി വന്നത് നേരത്തെയാണ് എലിക്കുട്ടിയമ്മ ചാടിയേറ്റ്. അപ്പം നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് സുഖമായിട്ടൊന്ന് ഉറങ്ങി, സൂപ്പറായിട്ടൊന്ന് ഉറങ്ങി. ഇന്നത്തെ കാലാവസ്ഥ നല്ലതായിരുന്നു. അതുകൊണ്ട് എലിക്കുട്ടിയമ്മ ഇന്ന് നന്നായിട്ടൊന്ന് ഉറങ്ങിയെന്ന്. ഇന്ന് വൈകിട്ട് കുത്തിയിരിക്കുമായിരിക്കും മിക്കവാറും. പ്രാർത്ഥനയായിരിക്കും മൊത്തം അല്ലേ? ഇന്ന് മിക്കവാറും അതിനെ സാധ്യത. എനിക്കൊന്നും കിട്ടിയില്ല. കഞ്ഞി കുടിച്ചായിരുന്നോ? ഏതാണ്ടൊക്കെ പറഞ്ഞു. ഞാനേ ഇവിടെ അമ്മയുടെ മക്കളോട് പറഞ്ഞ, അമ്മയുടെ കുറച്ച് മക്കളുണ്ട് അമ്മയ്ക്ക്, അവരോട് പറഞ്ഞതാ. എലിക്കുട്ടിയോട് പറഞ്ഞതല്ല. നെയിൽ പോളിഷൊക്കെ ഇട്ടുണ്ടോ? എലിക്കുട്ടിയമ്മയുടെ കാലൊക്കെ ഉണ്ടോ അല്ല ചുമന്നിരിക്കുന്നത്, നഖമൊക്കെ ചുമന്നിരിക്കുന്നത്. നഖമൊക്കെ ചുമന്നിരിക്കുന്നേ. നഖം ചുമന്നിരിക്കുന്നേ. ഈ കളറ്, ചുമല കളറ് ഇതൊക്കെ അവിടെ വീട്ടിൽ ഉണ്ടാക്കി അവള് വെച്ചിരുന്നല്ലേ പിള്ളേരെ കൊടുത്ത്. ആര്? പിള്ളേര് കട്ടിൽ ഇതുപോലെ കാല വെക്കാനായിട്ട്. അതിനാ സാധനം. പ്രാർത്ഥന എല്ലിപ്പം. പ്രാർത്ഥന ഇല്ലിപ്പോൾ കാല വെക്കാൻ തന്നാണോ? പ്രാർത്ഥന എല്ലിയപ്പോൾ കാല വെച്ചതാണോ? പ്രാർത്ഥന ചെല്ലിപ്പോൾ തൂത്തതാണോന്ന്? സുഖമായോന്ന്? തൂത്തതാണോന്ന്? തൂത്തതാണോന്ന് എന്നതാ പറഞ്ഞേ? പ്രാർത്ഥന ചൊല്ലി കഴിഞ്ഞപ്പോൾ തൂത്തതാണോന്നാ ചോദിച്ചേ. ശരിയായോന്നോ? ഇത് കാലയിലേ ഇങ്ങനെ തൂത്ത കാര്യം ചോദിക്കുക ചെയ്തേ. എന്താ ആരാ ചെയ്തതെന്നാ ചോദിച്ചേ. അല്ല, കാലിലൊന്നുമില്ല. അതാരാ ചെയ്തതെന്നാ ഞാൻ ചോദിച്ചേ. അത് അങ്ങനെ മരുന്ന് പുരട്ടിയതാ. മരുന്ന് പറ്റിയതാണോ? നേരത്തെ ആണോ? അതിനെ വല്ലതും പറ്റിയ കാലേ? അത് ഇപ്പൊ ഒന്നിൻ്റെ അല്ല. അതെന്നാ പറ്റിയ കാലേ മരുന്ന് പറ്റാൻ? മരുന്ന് പെട്ടാൻ എന്നാ പറ്റിയേ? മരുന്ന് പുരട്ടാൻ എന്നാ പറ്റിയതെന്ന്. മരുന്ന് പുരട്ടാൻ എന്നാ പറ്റിയെന്നാ ചോദിച്ചേ. എന്തിനാ മരുന്ന്? എലിക്കുട്ടി ഡിഫറെൻ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഒന്നും വേണ്ട. അപ്പോൾ എലിക്കുട്ടിയമ്മ ഇന്ന് ഇവരെ കിടത്തി ഇറക്കും, നമ്മളെ കിടത്തി ഇറക്കുമെന്ന് തോന്നുന്നില്ല. പ്രാർത്ഥനാചരത്തിലായിരിക്കും ഇന്ന് മിക്കവാറും. വൈകിട്ട് മൊത്തം പ്രാർത്ഥനയായിരിക്കും. ഉണ്ടോ? കിടക്കാൻ പോവാണ്. പ്രാർത്ഥന ഇല്ലെന്നുണ്ട് ചെല്ല് നേരം പോവും. കിടക്കാൻ പറയുകയാണ്. കിടക്കാൻ പറയുകയാണ് എലിക്കുട്ടിയമ്മേ. പിന്നെ സമയമായി. പ്രാർത്ഥന എല്ലാവരും ചൊല്ലി കഴിഞ്ഞു. എലിക്കുട്ടിയമ്മ മാത്രം പ്രാർത്ഥന ചൊല്ലിയില്ല. പപ്പ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇരിപ്പുണ്ടെന്നേ. ദേ ഇരിക്കുന്നു. ദേ
ഇവിടെ ഇരിക്കും. ഞാനില്ലാതെ കാല് വെക്കാനും വേണ്ടിയിട്ട് അവിടെ പുറക്കെടുത്ത് വെച്ചല്ലേ. ഇതോ പിന്നെ ആരുടെ കാലം വെക്കാനാ? ആരുടെ കാലം വെക്കാനാ? അത് ഇങ്ങനെ കാലിനും അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ മാറ്റാനും. ചെരുപ്പല്ലേ? ചെരുപ്പാ. ആ ചെരുപ്പിനാണെങ്കിൽ കുഴപ്പമില്ല. ആ ചെരുപ്പിന് വേറെ ഒന്നുമില്ലല്ലോ. എലിക്കുട്ടിയമ്മ രസകരമായ കഥകളൊക്കെ പറഞ്ഞിട്ടിരിക്കണം. എലിക്കുട്ടിയമ്മ കഞ്ഞി കുടിച്ചോ? കഞ്ഞി കുടിച്ചോ? ആരാ? അത്താഴം കഴിച്ചോ? ഞങ്ങളാരും കുടിച്ചില്ല. ഇല്ലേ? അതിനാ ആരും തന്നെ കുടിച്ചില്ല. അതിനാ അത്താഴം കഴിക്കാഞ്ഞേ? അവളോ മറ്റോ തോന്നും. ആര്? വീണയല്ല അവള് തന്നെ. ജോമോളാ? ജോമോളാണോ? ആരാ? ജോമോളാണോ? ജോമോളല്ല. ആ പെണ്ണ് എൽസിയാ? എൽസിയാണോ? അവള് കുടിച്ചല്ലെന്ന് എനിക്കറിയത്തില്ല. ആരാ? എൽസിയാണോ? എൽസിയാണോ? അവളിവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആയിരിക്കുന്നവനാണോ? അവിടെ ഒരു പെണ്ണിരിപ്പുണ്ട്, അതാണോ? അവിടെയോ? അതെ, ആ ജനലൊക്കെ വാതൊക്കെ കിടക്കണ ഒരു പെണ്ണിരിക്കുന്നുണ്ടോ? ആ അവിടെ ഒരു പെണ്ണിരിപ്പുണ്ട്, അതാണോ? ഇരിപ്പുണ്ടോ? ആയിരിക്കുന്നതാണോ? നോക്കി. ആയിരിക്കുന്നതാണോ? അവിടെ ഇരിക്കുക. നോക്കി, അങ്ങ് നോക്കി. അതെന്തിനാ? അങ്ങ് നോക്കിക്കേ. അതെന്നാടുക്കുവാ? 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 എനിക്കറിയത്തില്ല. എന്നും നോക്കിയിട്ട് പറയാൻ പറ്റാൻ. ഓ, എന്നാ പ്രാർത്ഥനയല്ലേ ചെല്ലിയില്ല, ചെല്ലാൻ പറയാൻ പറയാം. പ്രാർത്ഥനയൊക്കെ ചെല്ലി. പറഞ്ഞോ? ആ പ്രാർത്ഥന കഴിഞ്ഞു. ചെല്ലിയോ? ആ പിന്നെ എന്നാ? ആ എലിക്കുട്ടിയമ്മ പ്രാർത്ഥന ഇല്ലാത്തോണ്ടല്ലേ. ഇനിയിപ്പോൾ അവർക്ക് കഞ്ഞി കഴിച്ച് കുടിച്ചും കിടന്നോളും. ആ ആരാ കഞ്ഞി കൊടുക്കാനുള്ളേ? അവിടെ ആരാ കഞ്ഞി കൊടുക്കാനുള്ളേ? അമ്മ എവിടെയില്ലേ? അമ്മ കൊണ്ട് പറ്റുമോ? അമ്മയെ കൊണ്ട് പറ്റുമോ? പിന്നെ കഞ്ഞി കൊടുക്കാനോ? പിന്നെ അമ്മയ്ക്ക് മേലാത്തതല്ലേ? പിന്നെ അതേന്നേ പാത്രത്തിൽ കഞ്ഞി കളി വെച്ചാൽ അമ്മയ്ക്ക് മേലാത്തതാ. അമ്മയ്ക്ക് കഞ്ഞിയൊന്നും കൊടുക്കാൻ പറ്റിയല്ല. പാത്രമൊന്നും പിടിക്കാൻ പറ്റില്ല. വിളമ്പാനൊന്നും പറ്റിയല്ല. വിളമ്പാനൊന്നും പറ്റിയല്ല അമ്മയ്ക്ക്. പിന്നെ ആ ഇപ്പം എലിക്കുട്ടിയമ്മക്കാൽ ആരോഗ്യമുണ്ട് അമ്മയ്ക്ക് അല്ലേ? എലിക്കുട്ടിയേക്കാൾ ആരോഗ്യമുണ്ട് അമ്മയ്ക്ക്. എലിക്കുട്ടിയേക്കാളും ആരോഗ്യമുണ്ടോന്ന് അമ്മയ്ക്ക് അറിയത്തില്ല. ആരോഗ്യമുണ്ടോന്ന് അമ്മയ്ക്കേ? അമ്മയ്ക്കോ? ആ അത് എന്നെ എടുക്കാൻ കഞ്ഞി കൊടുക്കണ കാര്യം പറഞ്ഞില്ലേ? കഞ്ഞി കൊടുക്കുന്ന കാര്യം പറഞ്ഞോണ്ട് ചോദിച്ചതാ. അത് കഞ്ഞി കൊടുക്കുന്നതിന് എൻ്റെ അതിമാത്രം ആരോഗ്യം വേണ്ടേ? വേണ്ടേ? അത് വാരി കൊടുക്കുമല്ലോ. തന്നെ കുടിക്കുമല്ലോ. ആ അപ്പം അതിന് കുടിക്കാനുള്ള പാത്രത്തിൽ കൊട്ടാൻ പറ്റും. അത് മതി. അത് കുടിച്ചാൽ അത് പാത്രം കഴുകി വെച്ചോളും. ആണോ? പിന്നെ ആരാ? ആ എനിക്കറിയത്തില്ല. അതൊക്കെ ചെയ്യണ്ടേ? ഇതൊക്കെ എലിക്കുട്ടിയമ്മ പറഞ്ഞു. നേരത്തെ പോലെ ജയിച്ചതല്ലേ? ആണോ? അല്ലേ? ആ ചെയ്യേണ്ടതാണ്. ഇതൊക്കെ എലിക്കുട്ടിയമ്മ പറഞ്ഞ. അല്ല പിന്നെ ഇടകൊണ്ട് ജയിച്ചാലൊന്നും നിങ്ങളൊന്നും വേരിയല്ലോ. ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ. അന്തോന്നും ഇല്ലാത്ത. ആ ഇതൊന്നും എനിക്കറിഞ്ഞുകൂടാ ഈ കാര്യങ്ങളൊന്നും. എനിക്കറിഞ്ഞുകൂടാ. ഈ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലെന്നേ. കാര്യങ്ങളോ? കാര്യങ്ങളിപ്പം ഇനിയിപ്പം കുറേശ്ശെ അങ്ങനെ ചെയ്ത് പോക്കോണ്ട പറഞ്ഞത്. പ്രത്യേകിച്ചൊന്നും പഠിക്കാനില്ല. വേറെ ആരും ഒന്ന് കുഴഞ്ഞൊന്നും ഒരേ കണ്ടവാരം വന്ന് കേട്ട് കളക്കരുത്. അത് മാത്രം മതി. അവനവൻ്റെ കൈ കൊണ്ട് ചെയ്യാത്തതും മനസ്സുകൊണ്ട് ചെയ്യാത്തതും ഒക്കെ ചെയ്തോണ്ടാ മതി. മറ്റുള്ളവരെ നോക്കിയിരിക്കണ്ട. ആ അല്ലെ അവനത് ചെയ്തോളും ചെയ്തോളും എന്ന് പറഞ്ഞാൽ അല്ലെ അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കണം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രം ചെയ്താൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രം ചെയ്താൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാത്രം ചെയ്താൽ മതി. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രം. അതെ, അത് മതി. അല്ലാതെ എല്ലാം ചെയ്താൽ എല്ലാം പൂർത്തിയായില്ല. തേലിക്കുട്ടിയമ്മയുടെ കൂടെ ചില കിടന്നു. ഞാനിവിടെ അല്ലെങ്കിൽ ഒരറ്റത്ത് നമ്മൾ ചെയ്യുമ്പോൾ മറ്റേ അറ്റമൊക്കെ വിട്ടു പോകും. അങ്ങനെ കിടക്കും. അന്നാലും പിന്നെ എല്ലാം കുഴഞ്ഞു പോകും. എലിക്കുട്ടമ്മയുടെ കൂടെ കിടന്ന എലിക്കുട്ടമ്മ അല്ല വഴക്കം പറയാമെന്ന് അറിയാൻ വേണ്ടി ഞാൻ കിടന്നു നോക്കുകയാണേ. എന്നാലും ഇന്നപോലെ കിടന്നായിരുന്നു. അന്ന് എന്നോട് വഴക്കൊന്നും പറഞ്ഞില്ല, കിടക്കുന്നതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. അതോ ഞാൻ ഇപ്പൊ ഒന്ന് വന്നൊന്ന് കിടന്നു നോക്കിയതാ. ഇപ്പൊ നല്ല മൂടായോണ്ട് എലിക്കുട്ടമ്മ ഒന്നും അമ്മയ്ക്കും കിടക്കണ്ടേ? പിന്നെ അമ്മയ്ക്കും കിടക്കണം. അമ്മേനെ എവിടെയാ കിടത്തണേ? പ്രായമല്ലേ. അമ്മേനെ എവിടെയാ കിടത്തും? അമ്മേനെ എവിടെ കിടത്തും?
അമ്മ ഇതുപോലെ ഉള്ളടത്ത് അതുപോലെ കട്ടിലെ കിടക്കും ആ കട്ടിലേ കിടക്കും അല്ലേ? വിരിച്ചുകൊണ്ട് ആണോ? വിരിപ്പ് വിരിച്ച് ആ അല്ലാതെ പിന്നെ എങ്ങനെയാ? എലിക്കുട്ടമ്മ വിരിപ്പ് വിരിച്ചു കൊടുത്തോ? ആരാ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ? അത് വിരിക്കാൻ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടോ? അതിൽക്കൂടെ ഒന്നിടത്ത് അങ്ങ് വിരിച്ചു കൊടുത്തു. വേറെ രണ്ടെണ്ണം കട്ടും. ഒന്നും ഉള്ളെങ്കിൽ വലിപ്പമായിട്ട് ഒരെണ്ണം ഉള്ളെങ്കിൽ വേറെ ഒരെണ്ണം അങ്ങോട്ട് ഇട്ടുകൊണ്ട് കിടക്കണത് എടുക്കണം. അതാരാ അതാരാ എന്നാ എന്നാ പറഞ്ഞ ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ലേ? ഇതിനെ ഇവിടെ കിടത്തിയതേ ഇത് വന്ന് വന്ന് കിടപ്പിലായി. നോക്ക് ഈ മനുഷ്യൻ ഇവിടെ അമ്മയുടെ കൂടെ വന്ന് കിടക്കണ്. കിടപ്പിലായോ? ആ കിടന്ന് ഇരുന്ന് പതുക്കെ നടന്നു വന്ന് ഇരുന്നതേ കിടന്ന്. അല്ല അത് കിടക്കുന്നതല്ലല്ലോ. അത് നോക്ക് കിടന്ന്. എല്ലാരും കിടക്കാറായില്ലേ? അപ്പൊ ഇത് കിടത്തുവാണോ ഇവിടെ? ഇവിടെ കിടത്തുവാണോ? ഒരെണ്ണം ഇവിടെ ചുരുണ്ടുകൂടി അവിടെ എവിടെ കിടക്കാനാ? ഇതേ കിടന്ന് കിടന്ന് ഇവിടെ കിടക്കണം. ആരാ? അതേ കിടന്ന് അവിടെ കിടക്കട്ടെ. ഇവിടെ കിടക്കാൻ ഇടയില്ലല്ലോ. അതൊന്നും എനിക്കൊന്നും വേണ്ടതൊക്കെ കിടന്ന് സ്ഥാനം പിടിച്ച് പിള്ളേരെ അമ്മ എലിക്കുട്ടി അമ്മയ്ക്ക് ഇന്ന് കിടപ്പില്ല. പിള്ളേർക്ക് കിടക്കണ്ട. പിള്ളേർക്ക് കിടക്കൊന്നും വേണ്ട, എലിക്കുട്ടി അമ്മയ്ക്ക് കിടക്കണ്ടേ? ഞാനും ഇതല്ലേ. അപ്പൊ അതൊന്ന് കിടക്കണ എങ്ങനെ ശരിയാവുന്നേ? അതൊന്ന് കിടന്നാ എങ്ങനെ ശരിയാവും? ഓ ഇനിയിപ്പൊ അവിടെ എന്തിനാ കിടക്കണം? കണ്ടോ ഇത്രയുള്ള കാര്യം കിടത്തിന്നൊക്കെ വലിയ ഏവം പറഞ്ഞതാ. അതിന്റെ ആവശ്യമില്ലല്ലോ. ഇവിടെ കിടന്നോട്ടെ ഇവിടെ കിടന്നോട്ടെ ഇവിടെ കിടന്നാ ഞാൻ കിടക്കണേ. എനിക്ക് കിടക്കാൻ പറ്റുമോ? ഞാൻ ഇവിടെ കിടന്നോളാം. എലിക്കുട്ടിയുമ്പോ കത്തറയുടെ പോരെ? ഇവിടെ ഇരുത്തുപോലും ചെയ്യരുതായിരുന്നു. ഇരുത്തിപ്പോ കിടന്ന കണ്ടോ? ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കിടക്കുന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നോ? ദേ കിടന്നു. ഇനിയിപ്പോ അവിടെ നീക്കിയല്ല. ഇനിയിപ്പോ എന്നാ ഈ അവിടെ കണ്ടോ? എന്നാ കിടന്നോട്ടെ. എനിക്കെന്നാ കുഴപ്പം? ഞാൻ മാറി കിടന്നോളാം. ഇനിയിപ്പോ എവിടെയെങ്കിലും കിടന്നാ ഇവിടെ കിടക്കാം. നമുക്ക് രണ്ടു ഉറപ്പിടെ എവിടെ ആയാലും ഇവിടെ കിടക്കാം. ഇച്ചിരി നേരത്തെ ഇവിടെ കിടന്നാ മതിയോ? എവിടെ ആയാലും മൂത്രം ഒഴിക്കണം. എന്നെ അല്ലേ ഉള്ളി കുളിപ്പിക്കും. ഞാൻ എലിക്കുട്ടിയമ്മയുടെ കൂടെ കിടക്കാൻ വന്നാ. എലിക്കുട്ടിയമ്മയുടെ കൂടെ കിടക്കാൻ വന്നാന്നേ. കിടത്തിയത് തന്നെയാ. കിടക്കാനോ? പിന്നെ ഇവിടെ കിടക്കുന്ന അമ്മ കൂടെ കിടക്കൂ? പിന്നെ ആണോ? എന്നാ ഞാൻ പോവാ. നിങ്ങളെ കുറ്റിയിട്ടേക്കാം. പോട്ടെ, ഞാൻ പോവാ. നീ കിടക്കണില്ലേ? ഇല്ല, ഞാൻ കിടക്കുന്നത് ഇതുണ്ടല്ലോ കിടക്കാൻ. എവിടെയാ? ഇത് കിടക്കുന്നുണ്ടോ കൂട്ടിന്? അവിടെ ഞാൻ പോയാ ഇനിയിപ്പൊ കൂട്ടിന് ഇന്ന് ആള് വേണ്ടല്ലോ. നീ വന്നില്ലേ ഇല്ല കിടക്കാൻ? നിങ്ങൾ രണ്ടുപേരും കൂടെ കിടന്നോ? നിങ്ങൾ രണ്ടുപേരും കൂടെ കിടന്നോ? ഞാനും കിടക്കണല്ലോ. പിന്നെ അവൻ കിടക്കാനുള്ള അവൻ കിടന്നോ? ഞാൻ കിടക്കണില്ല. അമ്മ കിടത്താന്ന് പറഞ്ഞേ. അത് വലിയ ആവശ്യമില്ല. അമ്മ കിടത്താന്ന് പറഞ്ഞത്. എലിക്കുട്ടി കിടത്താന്ന് പറഞ്ഞു. ആര് കിടത്താവുന്നോ? പിന്നെ അതുകൊണ്ട് അതോടെ കിടന്നത്. വേണ്ട വേണ്ട മകനല്ലേ? വേണ്ട. നോക്കൂ പിന്നെ. അപ്പോൾ ഇങ്ങനെ എലിക്കുട്ടമ്മയുടെ ഇന്നത്തെ ഭാഗങ്ങൾ നമ്മൾ നോക്കുക കേട്ടോ. ഒന്ന് അങ്ങനെ എന്നാ പറയണമെന്നുള്ള അപ്പം ഇന്ന് ഉഷാറായിട്ടിരിക്കുവാണ്. പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നേരത്തെ ഒരു ഉറക്കം ഉറങ്ങിക്കൊണ്ട് ഉഷാറായിട്ടിരുന്നുകൊണ്ടാണ് എലിക്കുട്ടമ്മയുടെ നമ്മളിതൊക്കെ ചോദിച്ചത് കേട്ടോ. പക്ഷെ എനിക്കിവിടെ കിടക്കണ ഇഷ്ടം. എനിക്കിവിടെ കിടക്കുന്നതായിരുന്നു ഇഷ്ടം. കിടക്കുന്ന ഇഷ്ടം. ഇവിടെ കിടക്കത്തില്ലല്ലോ. അതിനാ ഇവിടെ കിടക്കാൻ മാത്രം സൗകര്യം ഇല്ലല്ലോ. ഇല്ലേ? ഉണ്ടോ? പിന്നെ ഈ ഇട പോരെ? അതല്ലാതെ ഉള്ളു. അവിടെ അത് മതി. അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങിയിരിക്കത്തില്ല. ഇങ്ങനെ വട്ടം കിടക്കാം. ഇങ്ങനെ കിടക്കാം. അവിടെയോ? അവിടെ കിടന്നാലൊന്നും പറ്റിയ. അതിനാ ഇവിടെ എങ്ങനെയാ കിടക്കാൻ? ഇവിടെ ഈ സൈഡിൽ കിടക്കാമല്ലോ. ഇവിടെ കിടക്കാമല്ലോ ഈ സൈഡിൽ. താഴെ പോയില്ല. ഈ സൈഡിൽ കിടന്നോളാന്നേ. ഇവിടെ അവിടെ കിടന്നാൽ കുഴപ്പമുണ്ടോ? എനിക്കറിയത്തില്ല എവിടെയാ. എവിടെയായാലും അവരവർക്ക് കിടക്കാവുന്ന എവിടെയാണ് അവിടെ കിടന്നോളൂ. എവിടെ കിടന്നാക്കോളൂ. അപ്പോൾ കുഴപ്പമില്ല. അമ്മയ്ക്ക് അവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാനും ഒരു കാര്യത്തിനും ഇല്ല. അമ്മ ആരെ കാര്യത്തില്ല. ആവശ്യമില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അതിൻ്റെ ആവശ്യമില്ലെന്നേ. കൊച്ചു പിള്ളേരാരും ഇല്ലല്ലോ. കൊച്ചു പിള്ളേരാരും ഇല്ല കൂടെ കിടത്താൻ.
കൊച്ചു പിള്ളേരെ മുഴുവൻ കൂടെ കിടന്ന് ഉള്ളി താകത്തിരി. അപ്പം നമ്മൾ ഈ എലിക്കുട്ടമ്മ ഒന്ന് ഉഷാറായിട്ടിരിക്കുന്ന ഇപ്പോൾ വൈകിട്ട് കഴിയുമ്പോൾ നേരം വെളുക്കും, നേരം ഏറ്റു പോകും. ആ ഒരു ഉഷാറായിരിക്കുന്ന കണ്ടുകൊണ്ടാണ് നമ്മൾ എലിക്കുട്ടമ്മയുടെ അടുത്ത് വന്ന് കടത്തുമെന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അമ്മ എന്ത് ചെയ്യും? അമ്മയെ ഇരിക്കുന്നത്. അമ്മ എന്ത് ചെയ്യും? അമ്മയാന്നേ ഇരിക്കുന്നേ. അമ്മ ഞാനങ്ങനെ പിന്നെ ആരാ അമ്മ? പിന്നെ ആരാ ഇവിടുത്തെ അമ്മ? ഇവിടെ അമ്മ ഉണ്ടായിരുന്നല്ലോ. എപ്പം? പിന്നെയുള്ള ജോമോളമ്മയേ ഉള്ളൂ. അമ്മ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ. ഏലിയമ്മയാണോ? ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. എവിടെ? ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനിവിടെ എവിടെയാ? അവിടെ ടി വി നോക്കിക്കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ജോമോളമ്മയുടെ കാര്യമാണ് പറയണത് അല്ലേ? എന്നാ ഇപ്പം ഇങ്ങനെ വരും. അമ്മ ഇപ്പോൾ വരുമെന്ന്. വരുമോ? എവിടെ പോയാ? അമ്മ അവിടെ പുറത്തോട്ടെങ്ങാണ്ട് പോയതാ. കിടക്കുവാണോ? പുറത്തേക്കെങ്ങാണ്ട് പോയതാ. നീ പുറത്തേക്ക് പോയതാന്ന്. അവിടെ എന്നാന്നേ? എനിക്കറിയത്തില്ല എന്നാത്തിന്. ഞാനെങ്ങനെ അറിയണേ? ഞാനെങ്ങനെ അറിയുന്നേ? എന്നാലും അത് അന്വേഷിക്കണ്ടേ? അത് അമ്മ എലിക്കുട്ടിയല്ലേ അന്വേഷിക്കണ്ടേ? എൻ്റെ അമ്മയല്ലല്ലോ, എലിക്കുട്ടിയുടെ അമ്മയല്ലേ? കിടക്കാൻ പോയതാണോ? എനിക്കറിയത്തില്ല. രണ്ടോ ബന്ധമില്ലാതെ അങ്ങനെ വല്ലയിലൊക്കെ പോയേക്കൊള്ളാം. എലിക്കുട്ടിയമ്മയുടെ അമ്മയല്ലേ? എനിക്കറിയുന്ന കാര്യമില്ലല്ലോ. എലിക്കുട്ടിയമ്മയുടെ അമ്മയുടെ കാര്യം ഞാനെങ്ങനെയാണ് അറിയുന്നത്? ഞാനെന്തിനാ അറിയുന്നത്? നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്ത് കിടക്കണം. നമ്മുടെ അത്യാവശ്യം അനുസരിച്ച് കഴിവിന് പോയി, അത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ. അതെ. ഇപ്പോൾ എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥന ഒന്ന് ഡൈവേർട്ട് ചെയ്തു. അതിനുവേണ്ടി കൂടെ കൂടി വന്നതാണ് കേട്ടോ. എലിക്കുട്ടിയമ്മ ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യമേ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയാവും എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ എലിക്കുട്ടിയമ്മയുടെ കൂടെ. ഇന്നലെ ഞാനൊന്ന് കിടന്ന് നോക്കിയപ്പോൾ അന്ന് നിങ്ങൾ കണ്ടല്ലോ, അന്ന് കുഴപ്പമില്ലായിരുന്നു. ഇന്നിപ്പം ജോമോളൂതി പറഞ്ഞപ്പോഴത്തേനും വഴക്കുണ്ടാക്കി. ചിലപ്പോൾ കൂടെ നേരെ കിടന്നു കഴിഞ്ഞാൽ അമ്മ പ്രശ്നം ഉണ്ടാക്കുമായിരിക്കും. എന്താണെന്നറിയത്തില്ല, നമ്മളത് പരീക്ഷിച്ച് നോക്കിയില്ല. ഞാൻ കിടക്കാൻ പോവാം. കഞ്ഞി കുടിച്ചായിരുന്നോ? അത്താഴം കഴിച്ചായിരുന്നോ? അത്താഴം കഴിച്ചായിരുന്നോ? അത്താഴം? അത്താഴമൊന്നും കഴിച്ചില്ല. അതിനാ കഴിച്ചില്ലെങ്കിൽ എന്നാ? കഴിച്ചില്ലേ? വിശക്കില്ലേ? വൈകിട്ട് ഉറങ്ങുമോ? വൈകിട്ട് കിടന്ന് ഉറങ്ങുമോ? കിടക്കണോ? ഉറക്കം വരുമോന്ന്? പ്രാർത്ഥനയായിട്ട് ഇരിക്കുമോന്ന്? ഒരു നേരം കഞ്ഞി കുടിച്ചിട്ടും പറ്റുമോ? കുഴപ്പമൊന്നുമില്ല. അത്താഴം കഴിച്ചില്ലെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലെന്ന്. എല്ലാവരും ഞാനും അത്താഴം കഴിക്കുന്നില്ല. ഇപ്പം 3 ദിവസമായി ഞാൻ അത്താഴം കഴിക്കാതെ വിടുക. ഞാനും അത്താഴം കഴിക്കുന്നില്ലെന്ന്. കഞ്ഞിയാ? അയ്യോ, നീ എന്നാ? ഞാൻ അത്താഴം കഴിക്കുന്നില്ലെന്ന്. നീ ഇവിടെയാണോ കിടക്കണേ? ഞാനല്ലേ എവിടെയൊന്നും കിടന്നോ? വേറെ വല്ലവരുമാണ് കിടന്നോണ്ടിരുന്നേ. ഞാൻ വേറെ പോണേ. അവിടെയാണോ? ഞാനൊന്ന് പൊക്കോട്ടെ. ഇവിടുന്ന് പൊക്കോട്ടെ. വേറെ കട്ടിലേ പോയി കിടന്നോളാം. എന്നാത്തിന്? അല്ല, അമ്മ പറഞ്ഞു നീ ഇവിടെയാണോ കിടക്കണേന്ന്. കാത്തിയായിട്ട് ഇവിടെ ആരും കിടക്കുന്നത് എനിക്കറിയത്തില്ല. ഇല്ലല്ലേ? അയ്യോ, കഷ്ടായി പോയി കേട്ടോ. ഒന്നും അറിയത്തില്ല. അയ്യോ പാവം. എന്നാ 9 വർഷമാകാറാവുക ഞാനിവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഈ കട്ടിലേ ഒന്ന് കിടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എന്നെ അറിയത്തില്ല. എല്ലാരും കേട്ടോ? എന്നെ അറിയത്തില്ല. എന്നെ അറിയത്തില്ല. എന്നാ കാര്യം പറ. അതാണോ കട്ടില് കിട്ടാത്ത? നീ കിടക്കുന്നോണ്ടാണോ കട്ടില് കിട്ടാത്ത? ഇത് കിടക്കാവുന്ന കിടക്കാമല്ലോ. അത് കട്ടിലില്ല. അല്ല അല്ല, അത് കട്ടില്ല. അല്ല, മെത്തയാ. മെത്ത കിടക്കയോ? അല്ല, കിടക്കയായാലും ഇന്ന് ഉറക്കമൊന്നും ഇല്ലേ? സമയം 10:30 വയ്യായി കിടന്ന് അതിനെ പറഞ്ഞു വിട്ടേ. ആരാ ഇതിനെ? ഉറക്കം പിന്നെ പോകാൻ പറ അവിടുന്ന്. ഇത്ര നേരമായി. ഇത്ര നേരം ഇരിക്കുക. ഓടിക്കുവേ. ഒന്ന് പറഞ്ഞാ പറഞ്ഞാൽ കൊടുത്താ പിടിച്ചോളൂ. എത്ര മുമ്പേ കിടക്കാത്തയാ? എത്ര മുമ്പേ കിടക്കേണ്ട സാധനം ഇവിടെ വന്നിരിക്കുക. പറയങ്ങോട്ടെ. വീടായ എന്തെല്ലാം കാര്യമുണ്ട്. പറഞ്ഞു കൊടുത്തേ അങ്ങോട്ട്. ഈ പുറത്തുള്ള കാര്യങ്ങളൊക്കെ ചെന്നാൽ നോക്കുക, അന്വേഷിച്ച് എടുക്കാനൊക്കെ വേറെ വല്ലതും ഉണ്ടോ? അതൊക്കെ നമ്മുടെ കുടുംബത്തിലുള്ളവർ മാത്രമല്ലാണല്ലോ. പിള്ളേര് പോലും ഇല്ല. അത് അങ്ങോട്ട് നോക്കി പറയാനേ. അതുകൊണ്ടന്നെ അത് കേക്കട്ടെ. അറിയാവുന്ന പറയുന്നത് മനസ്സിലാകട്ടെ. അതെന്താ നമ്മള് പറയണം? എന്നോട് നോക്കി പറഞ്ഞ എന്നോടാ പറയണെന്ന് വിചാരിക്കാം. അറിയാം. ഇതൊക്കെ ഇത്ര വർഷമായിട്ട് കുടുംബത്തിലെ ഇങ്ങനെ ജീവിതത്തിന്റെ കാര്യത്തിലൊക്കെ അറിയത്തില്ല. ഒന്നും അറിയത്തില്ലെന്നേ. അമ്മ ഇതിനെ പഠിപ്പിച്ചിട്ടില്ല. അത് ശ്രദ്ധിക്കാഞ്ഞിട്ടാ. അത് ശരിയാ. ശ്രദ്ധിച്ച് അടി കൊടുക്കണായിരുന്നു. അടി ശ്രദ്ധിച്ച് ഓരോന്നും ചെയ്തോണ്ടിരിക്കണം. ഇന്ന് രാത്രി ഉറങ്ങാതിരിക്കാനുള്ള പരിപാടി കാണിക്കുന്നേ. ആര്?
ഇവിടെ ഒന്നും ആർക്കും കിടക്കാനൊന്നും പറ്റിയല്ല, ഇവിടെ ഒന്നും ആർക്കും കിടക്കാൻ പറ്റിയല്ല. ഏറ്റു പൊക്കോ, ഇവിടെ കിടക്കാൻ പറ്റില്ല. കിടക്കാൻ അതോർത്തോണ്ട് ആരും ഇരിക്കണ്ട. എന്നാലും അതിന് വേണ്ടിട്ട് അടുത്ത് കൂടി ഓരോരുത്തർക്ക് കിടക്കാൻ സ്ഥലമില്ല. അവിടെ പോയി കിടന്നോ. എന്നാലും ഇച്ചിരി നേരം കണ്ടോ, സുഖം. ഒരു ദിവസം തന്നെ ഇവര് തന്നെ ഇരുന്നപ്പോ ഉള്ള വർത്തമാനം രീതികള് വേറെ ഒരാള് വന്നു കഴിഞ്ഞപ്പോ ആളുടെ മൂട് മാറിയത് കൊണ്ടോ. ഇതാണ് ഇതിപ്പോ വേറെ ഒരാള് വരുവാടി എന്നെ ഇവിടെ തോടിക്കും. അതാണ് ഏലിക്കുട്ടി പണ്ട് പോലെയുള്ള കേട്ടോ. ഇപ്പോഴത്തെ കാര്യമല്ല പറഞ്ഞത്, പണ്ടത്തെ സ്വഭാവമാണത്. ഞാൻ ആരോടും നടത്താൻ ചെയ്യാൻ പോയില്ല കിടക്കണ കാര്യത്തിൽ സാത്താൻ സേവയോ? ഒരു സ്ഥലത്തും. എന്താ പറയുക, സാത്താൻ സേവയോ? ശാസ്ത്രാംഗം ചെയ്യാൻ പോയായിരുന്നു. സാഷ്ടാംഗം ചെയ്യാൻ പോയല്ലോ. കിടക്കണം കിടക്കണം എന്ന് പറഞ്ഞു. കൂടെ കിടക്കണം പറഞ്ഞു. ആ കിടക്കാനുള്ള സ്ഥലം അവിടെ ആൾക്കാർ കിടക്കുന്ന അറിയാതെ അല്ലേ ആ സ്ഥലം ഇട്ടേക്കണം അവിടെ. അപ്പൊ എന്നിട്ട് ഞാൻ അവിടെ ഇരിക്കുമ്പോ എന്നോട് ഒന്ന് കിടക്കുന്നില്ല എന്ന് ചോദിക്കാൻ അതല്ലെന്ന് പറഞ്ഞത്. കിടക്കാനുള്ള സ്ഥലത്ത് അവനവനെ കിടക്കുന്നിടത്തെ കിടക്കാവുള്ളന്ന്. ആ അമ്മ അന്യ സ്ഥലത്ത് വന്ന് കിടക്കട്ടെ എന്ന് ചോദിച്ച് വരികയില്ലെന്ന്. ആ സാഷ്ടാംഗം പ്രമാണം. പിന്നെ എന്തിനാ പോണത്? ആളുണ്ടല്ലോ. അതെ, സാഷ്ടാംഗ പ്രണാമം ചെയ്യാൻ വരികയില്ലെന്ന്. ഞാൻ ഇപ്പൊ വന്നില്ലേ. കിടക്കണേ ആരാ അവിടെ കിടക്കണേ? ഞാൻ നീയോ? പിന്നെ കിടന്നോണ്ടിരിക്കണ കുഴപ്പമില്ല. ഞാനിവിടെ കിടക്കാന്ന് ഓർത്താ വന്നേ. ഞാനിവിടെ കിടക്കാന്ന് ഓർത്താ വന്നേ. ഇവിടെ ഞാനല്ലേ കിടക്കണം. ആ പിന്നെ അപ്പൊ എനിക്കിടയില്ലേ? പിന്നെ എങ്ങോട്ടാ പോണം? എനിക്കിടയില്ലേ? എന്നാ എനിക്ക് ഇച്ചിരി ഇടയില്ലേന്ന്. എനിക്ക് ഇച്ചിരി ഇട ഇല്ലേന്ന് കിടക്കാൻ. കിടക്കാനാ? ആ ഇല്ലേ? ഇല്ലേ? ഇടയില്ലേ? ഇല്ലേ? ആ എനിക്കറിയത്തില്ല. ഇവിടെ 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 കിടക്കാൻ ഇടയില്ലേന്ന്. അതുപോലെ ഏതേലും കിടക്കാം. എന്നാ കിടക്ക പോട്ടെ രണ്ടും കൂടെ. എലിക്കുട്ടിയമ്മ സമ്മതിക്കും. ഇതിലൊന്നും ഞാനിവിടെ ഞാനിവിടെ ഉണ്ടാകുമ്പോ ആരും കിടന്നിട്ടില്ല. ഇല്ലല്ലേ? ഈ കട്ടില് വെറുതെ കിടക്കുവായിരുന്നു. ശരി ശരി, ആയിക്കോട്ടെ. ഇപ്പഴാ ഈ പുതിയ കിടപ്പുകാരൊക്കെ ഇറങ്ങിയത്. കിടപ്പുകാരൊക്കെ ഇറങ്ങിയത് ഇപ്പോഴാണ്. നേരത്തെ ഒരു മനുഷ്യൻ ഒരു കിടക്കാനില്ല. മനുഷ്യരും ഇല്ലായിരുന്നു. വെറുതെ കിടക്കുവായിരുന്നു തന്നെ ഒറ്റപ്പെട്ട്. ഇപ്പം ഇത്ര നാളും വിഷമം പേടിയൊക്കെ ആയിരുന്നായിരിക്കും ആർക്ക്? കിടക്കാൻ. ആർക്ക് ഈ പേടിയുള്ളവർക്ക്. പേടിയുള്ളവരെന്ന് പറഞ്ഞ എലിക്കുട്ടിയമ്മയ്ക്കല്ലേ? എനിക്കിതിന്റെ പേടി. എലിക്കുട്ടിയമ്മ ഒരു പേടിയില്ല. ഞാൻ എൻ്റെ വീട്ടിലായാലും വേറെ ആരും സഹായത്തിലല്ല കിടക്കും. എന്നാ വാ ജോമോനെ നമുക്ക് പോയേക്കാം. ഈ പേടിയുണ്ടോ നോക്കട്ടെ ഒന്ന്. വരുവോ ഇല്ലയോ അറിയാം. വാ 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 വാ, ഏറ്റുവാ. അങ്ങനെ വെല്ലുവിളിച്ചതല്ലേ, നോക്കട്ടെ. ഇങ്ങോട്ട് വന്നേ ഏറ്റുവാ മനുഷ്യനെ. പോവാന്ന് കിടക്കുന്നില്ലെന്ന്. ആ ഇങ്ങോട്ട്. വേറെ പോയി കിടക്കാൻ പോവാന്ന്. ഇവിടെ കിടക്കുന്നില്ല, വേറെ പോയി കിടക്കാൻ പോവാന്ന്. ഈ പെണ്ണും പിള്ള കിടക്കാൻ പോകണം. ആ പുറത്ത് പോയി കിടക്കാൻ പോവാന്ന്. എടുക്കല. നീ എവിടെയാ എടുക്കണ? ഞാൻ ഇതിന്റെ കൂടെ പോയി കിടക്കാൻ പോവാ. ആണോ? ഇവിടെയോ? ഇവിടെയല്ല, പിന്നെ ആ മുറിയില്. അവിടെയാണോ? ആ വാ വാ നമുക്ക് പോയേക്കാം. വാ ഇങ്ങോട്ട് വാ. ഏറ്റവും ഇങ്ങോട്ട് ഇന്ന് തന്നെ കിടക്കാം. പോയിങ്ങോട്ട്. ആഹാ വരുമല്ലോ നോക്കട്ടെ. അല്ല ഞാനും കൂടെ കിടക്കും. നീ കിടക്കണ എവിടെയാ? ഞാൻ കിടക്കണ അവിടെ ഇന്ന് കിടക്കാൻ പോവാ. ആണോ? പിന്നെ ഇവിടെ കട്ടിലെ കിടപ്പുണ്ട്. വേണ്ടെന്ന് പറഞ്ഞില്ല, തന്നെ കിടക്കാന്ന്. എനിക്ക് അങ്ങനെ കൂട്ടൊന്നും ഒന്നും വേണ്ടെന്നല്ലേ പറഞ്ഞത്. എനിക്ക് കൂട്ടൊന്നും വേണ്ടെന്ന്. കട്ടില് വേണ്ടേ? ആ അല്ല കട്ടിലല്ല, കൂട്ട്. വാ പോ. വേണ്ട, ഇനി ഒന്നും പറയണ്ട, മതി. പറഞ്ഞാക്കി നിർത്തിക്കും. ആ വാ ഞങ്ങള് പോവാട്ടോ. കേട്ടാ? കിടന്നോ. കിടക്കോ? എന്റെ ആ ഞങ്ങള് കിടക്കുവാ. എല്ലാരും ഒക്കെ എവിടെയാ കിടക്കണുണ്ടോ? കിടക്കാനുള്ളടത്ത് പോയി കിടക്കാനുണ്ട്. കിടന്നില്ലേ? കിടന്നില്ലേ? ഞാൻ കിടക്കാൻ സമയമായില്ല. കിടക്കുന്നില്ലേ? ഇച്ചിരി കഴിഞ്ഞേ ഉള്ളൂ. കിടക്കുന്ന സമയം കഴിഞ്ഞില്ലേ? ഇല്ലല്ല, എലിക്കുട്ടിയമ്മ കിടന്നില്ലല്ലോ. എലിക്കുട്ടിയമ്മ എന്നെ കിടക്കാത്തെ. അവിടെ ആരും ഇല്ലെന്നേ. അവിടെ ഞാൻ ഒറ്റയ്ക്കല്ലേ കിടക്കണേ. പ്രണമിക്കാൻ വന്നോ? ഞാൻ മരിയാലെന്നൊക്കെ ഇരുന്ന് വലിയ വീപ്പടിക്കുന്നത് സാഷ്ടാംഗം പ്രണമിക്കാൻ വന്നു.
കിടക്കാൻ പോകുന്നതല്ല എപ്പം മുമ്പേ. ആഹാ തരം കിട്ടുന്നവരെ മാറ്റി മാറ്റി എല്ലാം പറയണുണ്ടോ? എല്ലാം അറിയാവേ. ഇത് ചുമ്മാ നമ്പറാന്ന് എനിക്ക് തോന്നുന്നേ. എന്നതാന്നേ ഇതൊക്കെ ചുമ്മാ നോണയാ, നോണ അഭിനയം. എലിക്കുട്ടി അമ്മയുടെ എന്നാത്തിന്റെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. നേരത്തെ മുമ്പേ നീ ഇവിടെ കിടക്കാൻ വന്നതല്ലേ, അവിടെ കിടക്കണമെന്ന് തന്നെ അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞല്ലേ. അവരോടൊക്കെ ഇഷ്ടമുള്ളത് എവിടെയായി. കണ്ടോ 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 കണ്ടോ. ഇപ്പൊ എല്ലാം അറിയാന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഇത് അറിയിക്കാൻ വേണ്ടിട്ടാ. നമുക്ക് പോയി കിടന്നാ കഴിഞ്ഞ ആരും വരണ്ട കേട്ടാ. പൊക്കോ, എല്ലാരും തന്നെ പോയി കിടന്ന. എന്നെ വിളിക്കാൻ വന്നതാ. അന്വേഷിച്ചു വന്നതാ. എലിക്കുട്ടിയമ്മയ്ക്ക് എന്നാണെങ്കിലും കൂടെ ആളില്ലാതെ പറ്റിയെന്നുള്ള വിവരം മനസ്സിലായല്ലോ. അതിനുവേണ്ടി മാത്രം ഒരു ഭാഗം ചെയ്താ കേട്ടോ നിങ്ങള്. ആരാ എലിക്കുട്ടിയമ്മ? കണ്ടോ കണ്ടോ. ആരും അന്വേഷിച്ചില്ലേ? കിടക്കാനൊന്നും പിന്നെ കിടക്കാനാക്കുമ്പോഴത്തേനും ഒന്ന് കിടക്കാനുള്ള സ്ഥലം നോക്കി ഒന്ന് കിടക്കണം. അത്രേ ഉള്ളൂ. അത്ര ഒരു വഴിയുള്ളൂ. ഇല്ല ആരെയും ബുദ്ധിമുട്ടിക്കാനും പോയല്ല, ആരോടൊന്നും പറയാനും. എലിക്കുട്ടിയമ്മയ്ക്ക് ഓർമ്മയുടെ പ്രശ്നങ്ങൾ ഇതുണ്ടെന്ന് പറഞ്ഞാൽ കിടക്കാൻ ആള് കൂടെ വേണം എന്നുള്ള ആ ഒരു മെമ്മറി ഭാഗങ്ങള് അത് മാറുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. മൂത്രമൊക്കെ നേരത്തെ ഇപ്പൊ ഒന്നുകൂടെ പോയി ഒഴിക്കും. ഇപ്പൊ ഒന്നുകൂടെ പോയി ഒഴിച്ചോ. ഓ അതൊന്നുമില്ല. അതുണ്ട്. ഇല്ല ഇല്ല. ആരും പറഞ്ഞു? എനിക്കറിയാം ഉണ്ടെന്ന്. ഇല്ല ഇല്ല. എന്നിട്ട് ഇവിടെ കിടന്നു പുള്ളിയെ അടി മേടിക്കും. കിടന്നു പുള്ളിയാരാ? അയൽക്കുട്ടിയമ്മ എത്രയോ തവണ കിടന്നു പുള്ളി. ഒരേടെ മൊത്തം കിടന്നു വിളിച്ച. അത് എഴുതി വെക്കാൻ പറ്റില്ല. തീയതി ഒന്നും എഴുതി വെക്കാൻ പറ്റത്തില്ല. എവിടെ ഞാനിവിടെ ഞാനിവിടെ എവിടെ കിടന്നിരിക്കണേ? ഞാൻ എൻ്റെ വീട്ടിലെ അവിടെ ഒക്കെ ആയിട്ടുണ്ടല്ലേ ഈ കിടന്നിട്ട് അവിടെയൊക്കെ അല്ലാനും പുറത്തോട്ട് വേറെ സ്ഥലത്തോട്ട് പോയിട്ടില്ല. നേരത്തെ ആയാലും തന്നെ ഒറ്റയ്ക്കും എല്ലാം വായിക്കാവുമ്പം കിടക്കാൻ ആരും ഞാൻ തന്നെ കിടക്കും. ഇങ്ങനെ ആരെ നോക്കാൻ പോകും. എനിക്ക് തന്നെ കിടക്കാൻ മതി. നോക്കൊന്നുമില്ല. കിടപ്പാനാ മൂത്രമൊന്നുമില്ല. അവിടെ ഇങ്ങോട്ട് ഉണ്ടെന്നേ എനിക്കല്ലേ അറിയാവുന്നത്, വേറെ ആർക്കും അറിയത്തില്ല. ചില ദിവസം പറയും ഒരാൾ വന്നിട്ടുണ്ട് കാണാനെന്ന് എന്ന് പറഞ്ഞാ കൂട്ടിക്കൊണ്ട് പോണേ. അവിടെയാന്ന് പറയും. എന്നിട്ട് അവിടെയെല്ലാം പോയി തപ്പി നോക്കിട്ട് എവിടെ ആരും ഇല്ല. അപ്പോൾ ഇന്ന് ഇത് നമ്മളൊരു ഇതുപോലെ ചെയ്തതാണ് കേട്ടോ. അത് അമ്മയുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ആ ഭാഗങ്ങളൊക്കെ നമ്മുടെ മെമ്മറി ഭാഗങ്ങളിൽ ആ പോർഷൻസ് എങ്ങനെ വരുന്നു എന്നറിയാൻ വേണ്ടി ചെയ്തതാണ്. അപ്പം ജോമോള് കിടക്കാൻ പോകുമെന്ന് പറഞ്ഞ് പെട്ട ആളില്ലാന്ന് വന്നപ്പോഴത്തേനും എലിക്കുട്ടി അമ്മ ഏറ്റ് നേരത്തെ വന്നിരുന്ന പോലെ തന്നെ ജോമോളെ അന്വേഷിച്ച് വന്നു എന്നുള്ളതാണ് നമ്മളതിൻ്റെ അകത്ത് കണ്ടത്. അപ്പോൾ ഇത് മറ്റൊന്നും ആരും തെറ്റിദ്ധരിച്ചേക്കരുത്. ഇങ്ങനെ ഞാനാ കിടക്കാൻ ചെന്നതാണേലും ഇന്നാളെ ഇന്ന് ഞാൻ കിടന്നപ്പം കഴിഞ്ഞ ദിവസം കിടന്നപ്പോഴത്തേനും അമ്മ കുഴപ്പമൊന്നും പറഞ്ഞില്ല. പക്ഷേ ജോമോൾ അവിടെ വന്നപ്പോഴത്തേനും അമ്മയുടെ വിധം മാറി. അമ്മ കിടക്കാൻ പറ്റിയിരുന്നു പറഞ്ഞു. അമ്മയുടെ അടുത്ത് ആര് ചെന്നാലും പിന്നെ അമ്മ അങ്ങനെ അങ്ങോട്ട് മാറ്റി പറയും. ആ ഒരു പോർഷൻ പഴയ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പുതിയ ഓർമ്മകൾ അങ്ങോട്ട് കട്ടായി പോവാണ്. അപ്പം ആ ഇത് അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തത്. വിവീന വന്നാലും അതെ വിവീന വന്നാലും വിവീനയുടെ പിന്നെ അവള് പറയുന്നത് മാത്രം കേൾക്കും. എനിക്ക് നമ്മക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാരെ കാണുമ്പം നമ്മളെ മറക്കുക, അതായത് നമ്മളെ അത് കണക്കാക്കുന്നില്ല. അതങ്ങനെ അവോയ്ഡ് ചെയ്യുക. അതാണ് അവര് ഇപ്പം പറയുന്നത്. അമ്മ കേൾക്കാഞ്ഞിട്ടല്ല, അമ്മ കേൾക്കുന്നില്ലാതായിട്ട് അങ്ങ് അഭിനയിക്കുന്നതാണ്. ഇതൊക്കെ പണ്ട് മുതലുള്ള മനസ്സിൽ കിടക്കുന്നതാണ്, പണ്ടത്തെ കാര്യങ്ങൾ. അതൊക്കെ വീട്ടിൽ വെച്ച് ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തോ. ഇതൊക്കെ അന്ന് എന്തോരം ഉണ്ടായിരുന്നു. ഓലയുടെ കാര്യം ഇന്ന് ഉറങ്ങുമാവും. ഇപ്പോൾ സമയം 11:30 ആവുന്നു. 11:30 കഴിഞ്ഞു. 11:35. എന്തായാലും നമ്മുടെ എലിക്കുട്ടിയമ്മ നമ്മൾ വിചാരിച്ച പോലെയല്ല. അത്ര നേരമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. എലിക്കുട്ടിയമ്മേനാണെങ്കിലും പ്രാർത്ഥന ചെല്ലാതെ ഉറക്കത്തിലാണിപ്പോൾ. ജോമോള് കൊണ്ട് മൂത്രമൊക്കെ ഒഴിപ്പിച്ച് കിടന്നിട്ട്
ഇതേവരെ പ്രാർത്ഥനയൊന്നും കേൾക്കുന്നില്ല. അപ്പം എലിക്കുട്ടിയമ്മ നന്നായിട്ട് ഉറങ്ങുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ചിലപ്പം ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചിലപ്പോൾ ഏറ്റു വരാം. ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ എലിക്കുട്ടിയമ്മയുടെ ഇപ്പോഴത്തെ ഭാവം. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.